ബ്രോ, ഇങ്ങനൊരു ടോപ്പിക്കിലുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പെയിൻ, ഒരുപാട് നെഗറ്റീവ് എനർജി, ഒരുപാട് സങ്കടങ്ങൾ ഒക്കെ ഉണ്ട്. രണ്ട്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ, നിങ്ങൾക്ക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ, ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ റാറ്റിൻ്റെ ലൈഫ് ഇമാജിൻ ചെയ്ത് നോക്കൂ. റാറ്റിൻ്റെ ലൈഫ് സാഡാണ്, ഡിപ്രസ്ഡ് ആണ്, അൺഹെൽത്തി ആണ്, പെയിനാണ്. റാറ്റിൻ്റെ ലൈഫ് ഫുൾ പെയിനാണ്. അവൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. റാറ്റ് ഈവൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവനെ എല്ലാവരും കുറ്റപ്പെടുത്തും. അവൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റി എല്ലാവരും അവനെ എന്തെങ്കിലും പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തും. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ ഒഴിവാക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവനെ വിളിക്കത്തില്ല. അവനെ ആരും റെസ്പെക്റ്റ് പോലും ചെയ്യത്തില്ല. അവൻ്റെ ലൈഫ് ഫുൾ പെയിനാണ്. അവൻ എന്താണ് ചെയ്യുന്നത്? ഒരു ഇടിഞ്ഞൊരു പോസ്റ്റർ, ഇങ്ങനെ ഒരു ഇടിഞ്ഞൊരു പോസ്റ്ററുമായിട്ട് ഒരു ഫോണും പിടിച്ചുകൊണ്ട് പോണ്, മാസ്റ്റർബേഷൻ, ഇതുപോലുള്ള ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയസിലുള്ള വീഡിയോസും കണ്ട്, 30 സെക്കൻഡിൻ്റെ ഡോപ്പമിൻ വീഡിയോസും കണ്ട് ഇങ്ങനൊരു അൺഹെൽത്തി മൈൻഡായിട്ടാണ് റാറ്റ് നടക്കുന്നത്. അവൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. ബട്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളും, ഇങ്ങനെ മാസ്റ്റർബേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനും ചെയ്തിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മോട്ടിവേഷണൽ വീഡിയോ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് ആവാൻ ലൈഫിൽ എന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ നിങ്ങളെ ക്യാച്ച് ചെയ്യുകയോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ക്രാപ്പാണ്. അതൊരു ഗിമിക്കാണ്. ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യമാണ് മോട്ടിവേഷൻ. സോ എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, ഞാനൊരു മോട്ടിവേറ്ററോ ഇതൊരു മോട്ടിവേഷൻ ചാനലോ അല്ല. മോട്ടിവേഷൻ സത്യത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. മോട്ടിവേഷൻ ക്രാപ്പാണ്. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് അതാണ് പറയാനുള്ളത്. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൗ ടു ബി പോസിറ്റീവ് അബൌട്ട് ലൈഫ് എന്നാണ്, അല്ലേ? സോ അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് തീരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ 1% പോസിറ്റിവിറ്റി കൊണ്ടുപോകാൻ സാധിക്കണം. ആ ഒരു വാല്യൂ എനിക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ചാനൽ ഫെയിലിയറാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നിങ്ങളിങ്ങനെ ഹൈപ്പർ എഡിറ്റഡ് വീഡിയോകൾ പിടിച്ചിരുത്തിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമ്പോൾ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സൗണ്ട് എഫക്റ്റ് ഇട്ടിട്ടോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവത്തില്ല. സോ അതുകൊണ്ട് ഇതൊരു ഡോപ്പമിൻ ഫ്രീ ആയിട്ടൊരു ചാനലാണ്. നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ എനിക്ക് നിങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് തരാൻ പാടായിരിക്കും. എനിക്കറിയാം, നിങ്ങളുടെ പ്രോബ്ലം എല്ലാം എനിക്കറിയാം. നിങ്ങൾക്ക് ഡോപ്പമിൻ്റെ ഹിറ്റിങ്ങിനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. ബ്രോ, അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യും. അതുപോലെ ഇതുപോലെ പ്യുവർ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോ കാണും. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിരിക്കും. സോ ഈ കേരളത്തിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുറേ മോട്ടിവേഷണൽ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫ് 1% പോലും ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് വേണ്ടത് ആക്ഷനബിൾ സ്റ്റെപ്പാണ്. നിങ്ങൾ ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് 0 ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ഓക്കെ. ബട്ട് ഇതാണ് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. സോ ഇതേപോലുള്ള പെയിനും കഷ്ടപ്പാടും ഇതേപോലുള്ള ബാഡ് ഹാബിറ്റ്സും എല്ലാം ഈഗിളിനും ഉണ്ട്. ബട്ട് അവൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, അവൻ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, അവൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അവൻ മോട്ടിവേഷണൽ വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനം അവന് കിട്ടത്തില്ലെന്ന് അവൻ അറിയാം. ലൈഫിൽ നടക്കുന്ന ബാഡ് ഹാബിറ്റ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മാറ്റിയിട്ട് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ അവന് ഹാപ്പിനെസ് കിട്ടും, അവന് പോസിറ്റിവിറ്റി കിട്ടും. അവൻ്റെ ചുറ്റുപാടും മൊത്തം നെഗറ്റിവിറ്റി തന്നെ വരികയും ചെയ്യും. സോ നിങ്ങൾ ഒരു കാര്യം ബേസിക്കലി ശ്രദ്ധിക്കേണ്ട, ഞാൻ അതിനകത്തൊന്ന് മാറുകയാണ്, ഈ കാര്യം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, പോസിറ്റീവായിട്ട് എനർജി നിങ്ങൾക്ക് കിട്ടി തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ചുറ്റും ചിലപ്പോൾ, അല്ലെങ്കിൽ പല രീതിയിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം മാറുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വെച്ചൊരു സാധനം അവിടെ നിന്ന് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഞാൻ ഇതിനു വേണ്ടി ചെയ്യാമെന്ന് കരുതി വരിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തു പോകുന്നതായിരിക്കും. നിങ്ങൾ എപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു, എപ്പോൾ നിങ്ങൾക്ക് ആ പോസിറ്റീവിലേക്ക് ആ എനർജി കിട്ടാൻ തുടങ്ങുന്നു, ആ സമയം തൊട്ട് നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ ഭയങ്കരമായി മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആ നെഗറ്റീവ് എനർജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഫുൾ നെഗറ്റീവ് എനർജി കൊണ്ടുപോകും. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും. ഈ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല? ഫുൾ ടൈം നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ബട്ട് നമുക്കൊരു ഡേ തുടങ്ങുമ്പോൾ, നമുക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ തന്നെ നെഗറ്റീവ് എനർജി വർക്ക് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മൊത്തം നെഗറ്റീവായി പോകും. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞു പോകുക, അങ്ങനെ എന്തെങ്കിലും ഒരാൾ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവും.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഈ കാര്യം നടന്നില്ല, ഞാൻ ഈ കാര്യം പോസിറ്റീവായിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി നടന്നത്, ഇത് നടക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. അങ്ങനെ കൺട്രോൾ പോകുമ്പോൾ അവിടെ മൊത്തം നെഗറ്റീവ് എനർജി സ്പ്രെഡ് ആവുന്നത്. ആ സാധനം അവിടെ നിന്ന് കാണാതെ പോയത് എന്തുകൊണ്ടാണ്? നെഗറ്റീവ് എനർജി അവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവത്തില്ല, കുറച്ച് പേർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ബട്ട് ഇതിൻ്റെ ഒരു ബേസിക് ലൈൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ലൈഫിൽ പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ പോസിറ്റീവായിട്ടിരിക്കാം. ഇതൊരു റുട്ടീനാണ്. ഓക്കെ, നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ റുട്ടീൻ അനുസരിച്ച് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോയിരിക്കണം. നിങ്ങൾ ഈ റുട്ടീൻ അനുസരിച്ച് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഈ റുട്ടീൻ അനുസരിച്ച് നിങ്ങൾ ലൈഫ് കൊണ്ടുപോവുകയാണെങ്കിൽ you will be positive and you will be happy and you will be energetic. ഈ 3 കാര്യങ്ങൾ ആണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ വേണം. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടെ നിങ്ങൾ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും, അവിടെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പ്രാക്ടിക്കലും കറക്റ്റ് ലോജിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആക്ഷനബിൾ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വേറൊരു വീഡിയോ കണ്ട് പോസിറ്റീവിൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, കുറേ ഇംഗ്ലീഷ് തമിഴ് അങ്ങനെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ് നിങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ സീറോ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ബ്രോ നമുക്ക് സംഭവിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞത്, അവിടെ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് നടക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല, ബട്ട് നിങ്ങളത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അത് ഭയങ്കര വേഴ്സ്റ്റ് ആണ്. ആ സിറ്റുവേഷനിലായിരുന്നു മോസ്റ്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫ് മോസ്റ്റ് ഓഫ് ദ നേരത്തും ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഓക്കെ, ആ സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആണ്, ആ സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ്റ്റ് ആണ്. സോ ആ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബിലീവ് ഇൻ മീ. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ബിലീവ് ഇൻ മീ, നമുക്കത് ഒരുമിച്ച് സിമ്പിളായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഡോണ്ട് വറി. സോ ബ്രോ, ഞാൻ കുറച്ച് 6 ആക്ഷനബിൾ സ്റ്റെപ്പ് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇത് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് 1% ഇമ്പ്രൂവ് ആയിരുന്നതായിരിക്കും ഈ വീഡിയോ തൊട്ട്. വേറൊരു വഴി കൂടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, റാറ്റിൻ്റെ വഴി. എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണാതിരുന്നിട്ട് കട്ട് ചെയ്തിട്ട് പോയിട്ട് ഈ വീഡിയോ ഉണ്ട്, ഈ അടുത്തൊരു വീഡിയോ ആണ്, അങ്ങനെ ചെയ്ത് വിളിക്കാം. 1% നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ, 1% നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ടല്ല വേണ്ടത്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് ആണ് വേണ്ടത്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കണം ഇങ്ങനെ തിങ്ക് ചെയ്തല്ല ഇരിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ, റിയൽ ലൈഫിൽ പോസിറ്റിവിറ്റി വേണം, പോസിറ്റീവ് ഫീലിംഗ് വേണം. ഓക്കെ, അത് കിട്ടാൻ അതാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ തോട്ടല്ല വേണ്ടത്. ഓക്കെ, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണം, മൈന്യൂട്ട് പോയിന്റ് ആണ്. പോസിറ്റീവായിട്ടുള്ള തോട്ട് അല്ല നമുക്ക് വേണ്ടത്, പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ്, റിയൽ ഫീലിംഗ് ആണ് വേണ്ടത്. ഓക്കെ, എന്നാലേ അത് നമ്മുടെ ബോഡിയിൽ പല പല മാറ്റങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് 1ാമത്തെ കാര്യമായിട്ട് പറഞ്ഞത്. 2, വേക്കപ്പ് ഏർലി. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്കറിയാം, എൻ്റെ ചാനലിൽ ഞാൻ ഇവിടുന്ന് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവിടുന്ന് കള്ളം പറയുക, ഞാൻ ചെയ്യാത്തൊരു കാര്യം ഇവിടെ വന്ന് പറയത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ തരികയാണ്. ഞാൻ ഈ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് 5 മണിക്കാണ്. ഞാൻ എണ്ണിച്ചത് 5 മണിക്കാണ്. ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് 5:30 സമയത്തെങ്ങാണ്ടാണ്. ഓക്കെ, ഞാൻ 5 മണിക്ക് തൊട്ട് ഈ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യുകയായിരുന്നു. സോ ഞാൻ 5 മണിക്കാണ് എണ്ണിച്ചത്. എന്നാൽ നിങ്ങളിപ്പോൾ ചോദിക്കാം, അപ്പോൾ നീ ഇത്രയും നാളായിട്ട് 5 മണിക്കാണ് എണ്ണിച്ചത്? അല്ല, ഇത്രയും ദിവസം 5 മണിക്കല്ല എണ്ണിച്ചത്. ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് എണ്ണിച്ചത്. ഒരു 8-9 മണി ആ സമയത്തൊക്കെയാണ് ഞാൻ സാധാരണ എണ്ണിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, ആ സമയത്തൊക്കെയാണ് ഞാൻ എണ്ണിച്ചത്. സോ ഇന്ന് മുതൽ ഞാൻ എണ്ണിച്ചത് രാവിലെയാണ്. ഓക്കെ, അപ്പോൾ ആ പോസിറ്റിവിറ്റി ഉണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എനർജി നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ മോർണിംഗിൽ എണ്ണിച്ചതുകൊണ്ടാണ് എനിക്ക് ആ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. ഓക്കെ, സോ വേക്കപ്പ് ഏർലി ഈസ് ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത് 4 മണിക്ക് എണ്ണിക്കണം, 3 മണിക്ക് എണ്ണിക്കണം എന്നൊന്നുമല്ല പറയുന്നത്. സോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈമുണ്ട്. വേറെ കാര്യം, സ്ലീപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണ്ണിക്കാൻ പോകരുത്. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈമും രാവിലെ എണ്ണിക്കാൻ. എനിക്ക് സ്ലീപ്പ് കളയാൻ പറ്റത്തില്ല. സ്ലീപ്പിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ്
പഠിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും. സോ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. സ്ലീപ്പിന് ഇമ്പോർട്ടൻറ്റിനെ കുറിച്ചൊരു ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ഈ പുതിയ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് യങ് ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ രാവിലെ എണീക്കും. സോ നിങ്ങൾക്ക് രാവിലെ എണീക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഒന്ന് കിടക്കാൻ നോക്കണം. നിങ്ങളുടെ ഫോണിൻ്റെ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കണം. സോ ആ ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങളുടെ പ്യൂർലി നിങ്ങൾക്ക് ഫോണിൻ്റെ അഡിക്ഷൻ കുറയ്ക്കാൻ പറ്റും. 3 പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സോ അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ. സോ വേക്കപ്പ് ഏർലി ചെയ്താൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി എന്നൊരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നിങ്ങൾ വേക്കപ്പ് ഏർലി, നിങ്ങൾ രാവിലെ എണ്ണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എ ഗോൾ ഫോർ ടുഡേ ആൻഡ് അച്ചീവ് ഇറ്റ് ടുഡേ. ഓക്കെ, ഇത്ര മാത്രം സിമ്പിളാണ്. നിങ്ങൾ രാവിലെ എണീക്കുന്നു, നിങ്ങളൊരു ഗോൾ ഇന്നത്തേക്ക് വേണ്ടി സെറ്റ് ചെയ്യുക, അതിനെ ഇന്ന് തന്നെ അച്ചീവ് ചെയ്യുക. ഇന്നത്തെ വൈകുന്നേരം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അത് അച്ചീവ് ചെയ്തിരിക്കണം. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് 1,00,000 രൂപ ഇന്ന് എനിക്ക് കിട്ടണം എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് സുന്ദരനായി മാറണം എന്നല്ല, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ വണ്ണം മൊത്തം കുറയണം എന്നല്ല. അങ്ങനെയുള്ള പിടിച്ചാൽ പൊങ്ങാത്ത ഗോൾസ് ഒന്നുമല്ല നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടി അച്ചീവ് ചെയ്യണം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാം, ഇന്ന് ഞാൻ റോഡിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വെളിയിലോട്ട് പോകുമ്പോൾ കാണുന്നവരോട് എല്ലാവരും ഒന്ന് സ്മൈൽ ചെയ്യും. കാണുന്ന എല്ലാവരും അങ്ങോട്ട് നോക്കി ഒന്ന് സ്മൈൽ ചെയ്യും. ഒരു 5 പേരെ അത് ഞാൻ ചെയ്തിരിക്കും. ഇതുപോലുള്ള സിമ്പിൾ തിങ്സ് ഉണ്ടല്ലോ, സിമ്പിൾ തിങ്, അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. വളരെ ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 4ാമത്തെ കാര്യം, സ്റ്റാർട്ട് മെഡിറ്റേഷൻ ആൻഡ് ജേർണലിംഗ്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇനി എവിടുന്നും കേൾക്കാനും പോകുന്നില്ല. സോ ഡു ഇറ്റ്. മെഡിറ്റേഷൻ ആൻഡ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പേനയും പേപ്പറും എടുക്കുക, അതിനകത്ത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം എഴുതുക. അപ്പം ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ കാർ, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫോൺ, I am grateful for my girl, I am grateful for my wife, I am grateful for my father, I am grateful for my mother, grandmother. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ലൈഫ് പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ഇപ്പോഴുള്ള തിങ്ക് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട് ഇത് നിങ്ങൾ എന്നോട് അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഇപ്പോഴത്തെ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ എല്ലാം കണ്ടിട്ട് നമ്മുടെ ലൈഫ് സങ്കടപ്പെട്ടിരിക്കുക, നമ്മുടെ ലൈഫിൽ ഒന്നുമില്ല, എല്ലാം കൊണ്ടുപോകുക, ഇങ്ങനൊരു ആർത്തിയാണ് എല്ലാവർക്കും. ആ ആർത്തി വേണം, എനിക്കറിയാം. ആ ആർത്തി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രേറ്റ്ഫുൾനെസ്, നിങ്ങൾക്ക് ലൈഫിൽ ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്ന് എഴുതി തന്നെ വെക്കണം. ഐപാഡിലോ ഫോണിലോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പേന എടുത്തിട്ട് എഴുതി തന്നെ വെക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും ഇൻസെക്യൂരിറ്റി ആണോ, ആരെങ്കിലും കാണുമോ, അതെൻ്റെ വീട്ടിൽ ആരെങ്കിലും കാണുമോ, അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു സാധനം ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ കയറി അങ്ങനെ എടുത്ത് നോക്കും, അങ്ങനെയൊന്നും ഇല്ലല്ലോ. സോ ജസ്റ്റ് ഒരു പേനയും പേപ്പറിൽ എഴുതുക. ഇതൊന്നും മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ഡയറി ഒന്നും എഴുതുമല്ലോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ഉണ്ടെങ്കിലും ഉപയോഗിക്കാം. ഞാൻ മംഗ്ലീഷിലായിരിക്കും എഴുതുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലായിരിക്കും എഴുതുന്നത്. മലയാളം ഞാൻ എഴുതത്തില്ല, കാരണം എനിക്കറിയത്തില്ല. സോ 5 എക്സസൈസ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഹാർഡ് കോർ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസ് എന്നും ചെയ്യണമെന്നൊന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ജസ്റ്റ് 10 പുഷപ്പ്. ബ്രോ 10 പുഷപ്പ്, ഡു 10 പുഷപ്പ്, 10 സിറ്റപ്പ്, then 10 പുഷപ്പ് കഴിഞ്ഞു, മതി. എന്നിട്ട് ഒരു ജമ്പിങ് കൂടെ ചെയ്യൂ, പരിപാടി കഴിഞ്ഞു. അത് ചെയ്യാൻ പറ്റുമല്ലോ, പ്ലീസ് ബ്രോ. അത് ചെയ്യാൻ പറ്റത്തില്ലേ? അത് ചെയ്യുക ബ്രോ. മെഡിറ്റേഷൻ എക്സസൈസിൻ്റെയും കിട്ടുന്ന പവർ വേറെ ഒന്നിനും കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും കിട്ടത്തില്ല. ചെയ്തത് കൊണ്ടാണ് പറയുന്നത്, വേറെ ഒന്നിനും കിട്ടത്തില്ല. സോ ബ്രോ 6, നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ബി റെസ്പോൺസിബിൾ. അതിൻ്റെ ഫുൾ അതോറിറ്റിയും നിങ്ങൾക്കായിരിക്കണം. വേറൊരാൾക്കും അതിൻ്റെ അതോറിറ്റി, അതിൻ്റെ പ്രോബ്ലമും ഒന്നും വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും, നിങ്ങളുടെ പോസിറ്റീവായിട്ട് നടന്നാലും നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് നടന്നാലും ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കായിരിക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. സോ ഈ 6 കാര്യങ്ങൾ അയൺ ഗ്ലാഡഡ് 6 കാര്യങ്ങളാണ്. ഇതിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ ഒന്നും പറ്റത്തില്ല. ഇത് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം.
സോ നിങ്ങളങ്ങനെ ഞാൻ ഫോളോ ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഒരു ഡൗട്ട് തോന്നായിരിക്കും, എനിക്ക് ഇതിങ്ങനെ പറ്റത്തില്ല, എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ഒരുമിച്ച് ഫോളോ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, അങ്ങനെ പ്രശ്നമുള്ള ഒരാളാണ് നിങ്ങൾ ചെയ്യേണ്ടെങ്കിൽ ഓക്കെ. ഞാൻ പറയുന്നത് 100% രീതിയിൽ എല്ലാ കാര്യവും ചെയ്യണമെന്നല്ല, അങ്ങനല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകും. നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റെപ്പ് 1% ഹെഡിൽ നിന്നും ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ പെതുക്കെ ഉയർന്നു വരുന്നതായിരിക്കും. അങ്ങനെയാണ് ബ്രോ ചെയ്യേണ്ടത്. എനിക്കറിയാം നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, നിങ്ങൾക്ക് മാറ്റണമെന്ന് കുറേ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ആ നെഗറ്റിവിറ്റി നിങ്ങളെ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്, എനിക്കറിയാം ബ്രോ. നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിട്ടോ, എത്രമാത്രം അതിനുവേണ്ടി കരഞ്ഞിട്ടോ, എത്രമാത്രം അതിനുവേണ്ടി സാഡായിട്ടിരുന്നിട്ടോ, അത്രമാത്രം നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടോ നോക്കൂ. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? 0 ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്, ഓട്ടക്കാലമാണ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിച്ചു, തിങ്ക് ചെയ്യുന്ന ലെവലിൽ തിങ്ക് ചെയ്യണം. സോ നമ്മുടെ ലൈഫിൽ സാഡ്നെസ് മാത്രമല്ല, ഇതൊരു സർക്കിളാണ്, ഇതൊരു ഇൻ യാങ് ആണ്. ഓക്കെ, ഒരു ഡാർക്ക് ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെയാണ് ഇത്. നമ്മളുടെ വിഷമം ഉണ്ടെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കും, ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ അയൺ ഗ്ലാഡഡ് ആയിട്ടുള്ള 6 കാര്യങ്ങളാണ്. ചെയ്ത് നോക്കി എനിക്ക് പോസിറ്റീവായിട്ടും എനിക്ക് എനർജറ്റിക് ആയിട്ടും തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, അങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ. സോ നമുക്കൊരു ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും തന്നെ മുന്നോട്ട് പോകാം. പ്രോബ്ലംസ് വരും, പ്രശ്നങ്ങളുണ്ടാകട്ടും, വരട്ടെ. ആസ് എ മാൻ വി നീഡ് ടു ബി സപ്പോർട്ട്. സോ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് കാര്യമായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ Z ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ.